നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ISROയിൽ 244 ക്ലറിക്കൽ ഒഴിവുകൾ. ബിരുദമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോലി. അസിസ്റ്റന്റ്, UDC, സ്റ്റെനോഗ്രാഫർ നിയമനം. കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന ബിരുദധാരികൾക്ക് മികച്ച അവസരം വന്നിരിക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിവിധ ക്ലറിക്കൽ തസ്തികകളിൽ 244 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് UDC, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് JPA, സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഓൺലൈൻ അപേക്ഷ നടപടികൾ ആരംഭിച്ചു. 2026 ഓഗസ്റ്റ് 16 വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ: അസിസ്റ്റന്റ് 113 ഒഴിവുകൾ, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് JPA 81 ഒഴിവുകൾ, UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക് 22 ഒഴിവുകൾ, സ്റ്റെനോഗ്രാഫർ 10 ഒഴിവുകൾ, അസിസ്റ്റന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17 ഒഴിവുകൾ, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ 1 ഒഴിവ്. ആകെ ഒഴിവുകൾ 244. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് 60% മാർക്ക് അല്ലെങ്കിൽ 10 പോയിന്റ് സ്കെയിലിൽ 6.32 CGPA-യോടെ ബിരുദം നേടിയിരിക്കണം. സർവകലാശാല നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണമെന്നും നിബന്ധനയും ബാധകമാണ്. പ്രായപരിധി 2026 ഓഗസ്റ്റ് 16 അടിസ്ഥാനമാക്കി പരമാവധി 28 വയസ്സ്. പ്രായ ഇളവ്: OBC 31 വയസ്സ് വരെ, SC/ST 33 വയസ്സ് വരെ. കൂടാതെ കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം സർക്കാർ ജീവനക്കാർ, മുൻ സൈനികർ, ഭിന്നശേഷിക്കാർ, മികവുറ്റ കായിക താരങ്ങൾ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, നിയമപരമായി വേർപിരിഞ്ഞ് വീണ്ടും വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ എന്നിവർക്ക് പ്രായ ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. എന്നാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപ പ്രോസസ്സിംഗ് ഫീസ് ഓൺലൈനായി അടയ്ക്കണം. ഭാരത് കോസ്റ്റ് പേയ്മെന്റ് ഗേറ്റ്വേ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പേയ്മെന്റ് ലിങ്ക് ലഭിക്കുക. അർഹരായ വിഭാഗങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഫീസ് റീഫണ്ട് അല്ലെങ്കിൽ ഇളവ് ബാധകമായിരിക്കും. തെരഞ്ഞെടുപ്പ് രീതി: തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലൂടെയായിരിക്കും നടക്കുക. എഴുത്തു പരീക്ഷ: ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ, ദൈർഘ്യം 150 മിനിറ്റ്. രാജ്യത്തെ 38 പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ നടക്കും. സ്കിൽ ടെസ്റ്റ്: എഴുത്തു പരീക്ഷയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗത്തിലെയും ഒഴിവുകളുടെ പരമാവധി 1:5 അനുപാതത്തിൽ ഉദ്യോഗാർത്ഥികളെ സ്കിൽ ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് 10 പേരെയെങ്കിലും സ്കിൽ ടെസ്റ്റിന് വിളിക്കും. പ്രധാന തീയതി: അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 16. കൂടുതൽ വിവരങ്ങൾക്ക് ISROയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം: https://www.isro.gov.in. നോട്ടിഫിക്കേഷൻ ലിങ്ക്: https://media_isro.gov.in/media_isro/pdf/recruitment notice 2026/July bilingual %20 advertisement_assistant JPA _UDC _steno _ICRB _2027/2026.pdf. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ISROയിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്ക് മികച്ച അവസരമാണിത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം വിശദമായി വായിച്ച് യോഗ്യത, പ്രായപരിധി, ഫീസ്, തെരഞ്ഞെടുപ്പ് രീതി എന്നിവ ഉറപ്പാക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.